ഇനി കോഴിക്കോട്ടേക്ക് ദീപക് തർമ്മടം ചേരുകയാണ്. ഘടകകക്ഷിയുടെ നിലപാടിനെ കുറിച്ചാണ് ദീപക് നമ്മോട് സംസാരിക്കുക. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ലഭിക്കുന്നൊരു വിവരം, ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സമവായ സാധ്യത തെളിഞ്ഞില്ലെങ്കിൽ ഒരു വോട്ടെടുപ്പിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അതായത് ഹൈക്കമാൻഡ് ഒരു സമവായ ശ്രമം നടത്തുന്നുണ്ട്. ആ സമവായ നീക്കങ്ങൾക്ക് കേരളത്തിൽ നേതാക്കൾ തയ്യാറല്ല എങ്കിൽ ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ, നിരീക്ഷകരായി എത്തിയ പ്രതിനിധികൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ, ഇന്ന് 1 മണിക്കാണ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചത്. MLA എല്ലാവരും തന്നെ തിരക്കിട്ട് തലസ്ഥാനത്തേക്ക് നീങ്ങിക്കഴിഞ്ഞു, ഏറെക്കുറെ പേരും എത്തിക്കഴിഞ്ഞു. അതിൽ അവർ വോട്ടെടുപ്പിന് നടക്കും എന്നുള്ള സൂചനയാണ്. അതായത് KC വിഭാഗം വോട്ടെടുപ്പ് ആവശ്യപ്പെടും, അത് K സുധാകരൻ്റെ അനുയായികളായിരിക്കും ആവശ്യപ്പെടുക എന്നുള്ള നിലപാടാണ് നമുക്കറിയാൻ സാധിച്ചത്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും ഈ തീരുമാനം MLA-മാരിൽ ജനാധിപത്യ രീതി പ്രക്രിയയിലാണ് നടത്തിയത്, അതിലേതെങ്കിലും രീതിയിൽ ഹൈക്കമാൻഡ് അടിച്ചേൽപ്പിച്ചതല്ല എന്നുള്ളൊരു വ്യാഖ്യാനം നൽകാനാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, SKN ചോദിച്ച ഘടകകക്ഷികളുടെ കാര്യത്തിൽ നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ മനോരമ പോലും എഡിറ്റോറിയലിൽ നെല്ലിപ്പലക കഴിഞ്ഞു ക്ഷമയുടേത് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ലീഗ് ഹൗസിൽ കുറച്ചു നേരം ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ. ലീഗിൻ്റെ നേതാക്കളൊക്കെ പറയുന്നത് മരിച്ച വീട്ടിൽ പോലും ഖബറടക്കത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നേരത്തെ കല്യാണ വീട്ടിൽ പോകാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്. ഇവർ ഈ രീതിയിൽ പ്രതികരിക്കുന്നൊരവസ്ഥയാണ്. കാരണം 10 ദിവസം കഴിഞ്ഞു, ആദ്യം വളരെ മാന്യമായി ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഇല്ലേ, മറ്റൊരു ഓപ്ഷൻസിനെ കുറിച്ച് കൂടി ആലോചിക്കണമെന്നൊക്കെ ലീഗിലെ അണികൾ പറയുന്ന അവസ്ഥയായി. കോൺഗ്രസിന് തീരുമാനിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ലീഗ് ആയിക്കോളാം എന്നൊക്കെ ട്രോൾ ചെയ്യുന്നൊരവസ്ഥയിലേക്കായി. ഏതായാലും മുസ്ലിം ലീഗ് നേരത്തെ തന്നെ PD സതീശനൊപ്പമാണ്, അതിൽ അവർ ഇതുവരെയും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് ലീഗിലെ ഒരു വിഭാഗം, വളരെ ചെറിയ ന്യൂനപക്ഷ വിഭാഗം, അവർ ചോദിക്കുന്നൊരു ചോദ്യം, ഈ മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്താൽ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടതുണ്ടോ, പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എതിരായി ബാധിക്കില്ലേ, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് എന്ന നിലപാടെടുത്താൽ പോരെ എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ കോഴിക്കോട്ടെ പരിപാടി റദ്ദ് ചെയ്ത് പരിപാടിക്ക് വരേണ്ട ഒരു മദ്രസയുടെ ഉദ്ഘാടനത്തിന് സാദിഖ് അലി തങ്ങൾ വരേണ്ടതായിരുന്നു. അദ്ദേഹം അത് റദ്ദ് ചെയ്ത് മലപ്പുറത്ത് തങ്ങാൻ കാരണം ഇന്നലെ പ്രഖ്യാപനം വരികയാണെങ്കിൽ അപ്പോഴൊരു കൂടിയാലോചന നടത്തണം എന്നുള്ളത് കൊണ്ടാണ്. ഇന്നും സാദിഖ് അലി തങ്ങൾ മലപ്പുറത്ത് തന്നെ തുടരുകയാണ്. അപ്പോൾ ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗാണ് നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്, അവർക്ക് VD വേണം. പക്ഷേ എന്നാൽ മറിച്ച് KC-യിലേക്കോ RC-യിലേക്കോ പോയാൽ ഒരു പരസ്യ പ്രതികരണം വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ലീഗ് ആലോചിച്ച് മാത്രമേ എടുക്കുകയുള്ളൂ. ഏതായാലും ഒരു വലിയ കലാപസമാനമായ സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന ചർച്ച ലീഗിനകത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.